ലിറ്റിൽ ഹാർട്സ് എങ്ങനെയുണ്ട്? ലിറ്റിൽ ഹാർട്സ് എങ്ങനെയുണ്ട്? സിനിമയാണ് സഹിച്ചു. കാരണം ആർഡിഎസിന് ശേഷം നമ്മുടെ ഷൈനികം തകർത്ത് അഭിനയിച്ച മൂവിയാണ്. മഹിമ നമ്പ്യാർ എങ്ങനെയുണ്ട്? മഹിമ നമ്പ്യാരുമായിട്ട് എന്താ പറയാ, ജോഡി ഇനിയും പറയണം. കാരണം നല്ല പെർഫോമൻസ് ആണ് ഇവരുണ്ട്. പിന്നെ പി തെരേസ പോളിന്റെയും ആൻഡോ ജോസ് പെരേരയുടെയും ഡയറക്ഷൻ എങ്ങനെയുണ്ട്? നല്ല ഡയറക്ഷനാണ്. പിന്നെ സാന്ദ്ര പ്രൊഡക്ഷൻസിന്റെ മൂവി നല്ല സിനിമകളാണ് അവർ സമ്മാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയുന്നത് ബാബുരാജായിട്ട് നല്ലൊരു കഥാപാത്രം ചെയ്തു. അതിനോട് മുട്ടി ജാഫ്രിഡിക്ക് അദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് താരങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായ വേഷങ്ങൾ. ഇതൊരു മൂവിയാണ്, ഫാമിലി മൂവിയാണ്. ഇന്നും തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. ഒരുപാട് പേര് സിനിമ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാട്ടുകളുണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്. ഷൈൻ ടോം ചാക്കോ എങ്ങനെയുണ്ട്? ഷൈൻ ടോം ചാക്കോ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ്, സസ്പെൻസ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല, വെളിയിൽ പറയാൻ പറ്റില്ല. പിന്നെ അപ്പൻ മകൻ വേഷങ്ങൾ എങ്ങനെയുണ്ട്? ബാബുരാജിന്റെ, ഷൈനികത്തിന്റെ. ഇപ്പൊ കൂട്ടുകാരെ പോലെയാണല്ലോ അച്ഛന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ. അപ്പോൾ ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ അവരെ അഭിനയിക്കുകയല്ല, ജീവിക്കാൻ നമുക്കൊരു തോന്നൽ വരുന്നൊരു സിനിമയാണ്. അപ്പൊ ഓക്കെ, സസ്പെൻസ് ഉണ്ട്. ഇപ്പൊ റേറ്റിംഗ് എത്ര കൊടുക്കാൻ പറ്റും? റേറ്റിംഗ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തായാലും ജനമനസ്സിലേക്ക് ഇപ്പൊ പടം ഇറങ്ങിയിട്ട് ഇപ്പോ 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. എന്നോട് പടം. അപ്പോ ഹായ്, നമസ്കാരം. അലിജോസ് പരേരയാണ്, സോഷ്യൽ മീഡിയ റിവ്യൂവറാണ്. അലിജോസാണ്. അപ്പോൾ ഞാനിന്ന് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പടം കണ്ടത്. നമ്മുടെ ലിറ്റിൽ ഹാർട്സ്, ലിറ്റിൽ പോലെ ഹാർട്സ് ആണ്. ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സിനിമയാണ്. നമ്മുടെ സാന്ദ്ര തോമസിന്റെ ബാനറിൽ ഒരുക്കുന്ന സിനിമയാണ്. സാന്ദ്ര മാഡം മികച്ചേട്ടനെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. പിന്നെ പി തെരേസ പോളും നമ്മുടെ ആൻഡോ ജോസ് പെരേരയും മികച്ചേട്ടൻ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിറ്റിൽ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഉണ്ട്, ഫീൽ ഗുഡ് ഉണ്ട്, ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ്. ത്രില്ലിംഗ് ഉണ്ട്. ആദ്യം മുതൽ അവസാനം വരെ പൊട്ടിച്ചിരിയും നർമ്മങ്ങളും സെന്റിമെന്റ്സും എല്ലാം കൂടി കലർത്തിയ ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് തന്നെ പറയാം. ഇത് ഗൾഫ് രാജ്യങ്ങളിൽ എന്തുകൊണ്ട് എടുത്തില്ലെന്ന് തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ഗൾഫ് മലയാളികൾ ഇനി അത് എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് GCC റിലീസ് വേണം. കാരണം അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ്. കാരണം ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ഗസ്റ്റ് റോളിൽ മികച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഷൈനികം, മഹിമ നമ്പ്യാരൊക്കെ മികച്ചായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് ലിറ്റിൽ ഹാർട്സ്. എങ്ങനെയുണ്ട് പടം? എല്ലാവരും വന്ന് കാണുന്നുണ്ടല്ലേ? എല്ലാവരും വന്ന് കാണേണ്ട സിനിമ. തിയേറ്ററിൽ ആദ്യം കൈഡിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ശരിക്കുന്നുണ്ട്. അപ്പോൾ ഷൈനികത്തിന്റെ മികച്ച ഫൈറ്റാണ്. RDSന് ശേഷം മികച്ചൊരു രീതിയിൽ അഭിനയിച്ച സിനിമയാണ്. ഡാൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഡാൻസ് നമ്മുടെ ഷൈനികം, മഹിമ നമ്പ്യാരുടെയും കൂട്ടുകെട്ട് വർക്കുണ്ട്. ഡാൻസ് ആണെങ്കിലും ഇനിയും ഈ ജോഡി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനിയും ജോഡി പ്രതീക്ഷിക്കുന്നുണ്ട്. കോമഡി പരമായിട്ടുള്ള പാട്ടുകളാണ് ലിറ്റിൽ ഹാർട്സിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വന്ന് കാണേണ്ട ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് കോമഡി സിനിമയാണ്. ചിരിക്കാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല, ചിരിപ്പിക്കാൻ ബാബുരാജിന്റെയും മറ്റേ നമ്മുടെ ഷൈനികത്തിന്റെ രഞ്ജി പണിക്കരും മഹിമ നമ്പ്യാരായിട്ടുള്ള അപ്പൻ മകൾ കോംബോയും വർക്കൗട്ട് ആയിപ്പോയിട്ടുണ്ട്. നല്ല മൂവി. പിന്നെ പറയാനുള്ളത്, ഇതില് RDX എന്ന സിനിമ കണ്ടിറങ്ങിയപ്പോഴാണ് നമ്മുടെ സാന്ദ്ര തോമസിന്റെ മക്കളാണ് സാന്ദ്ര മാഡത്തോട് പറഞ്ഞത്, നമുക്ക് പകൽ വെട്ടത്തൊരു സിനിമ നമ്മുടെ ഷൈനികത്തിനെ കൊണ്ടും മഹിമ നമ്പ്യാരെ കൊണ്ട് അഭിനയിപ്പിക്കണമെന്ന്. അങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് സാന്ദ്ര മാഡം എത്തി. RDX സിനിമ റിലീസ് ദിവസമാണെന്ന് തോന്നുന്നു ഇതിന്റെ കഥ കിട്ടിയത്. അപ്പോൾ അതൊരു പുതിയൊരു അറിവാണ്. കാരണം ഇത് ഇത്തരം നല്ലൊരു സിനിമ ചെയ്യാൻ അതിലൂടെ പറ്റിയല്ലോ. അപ്പോൾ എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു എൻഗേജിങ് സസ്പെൻസ് നിറഞ്ഞൊരു സിനിമയാണ്. കാരണം തെസ്ലിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ജാഫ്രിഡിക്ക്, അങ്ങനെ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസം നിങ്ങൾക്ക് ബോറടിപ്പിക്കാണ്ട് കാണാൻ പറ്റുന്ന ഒരു പക്ക കോമഡി, ഒരുപാട് ചിരിച്ചു, കൊമേഴ്ഷ്യൽ സിനിമയാണ്. ഒരുപാട് ചിരിച്ചു, ഒരുപാട് കരഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് പൊന്നമ്മ ബാബു ചേച്ചിയൊക്കെ ഒരു സീനിലൊക്കെ വന്ന് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഇത് ഫൈറ്റും എല്ലാം കൊണ്ടും തന്നെ ആക്ഷനും മാസും കോമഡി എല്ലാ വെളിനാട്ടിൽ എടുത്തില്ല അല്ലേ പടം? പുറത്തൊന്നും എടുത്തില്ല പടം. GCC കണ്ടിൽ എടുത്തില്ല. എന്താന്ന് കാരണം അറിയില്ല. എന്റെ ഡാഡി ലോറൻസ് പെരേരയൊക്കെ ഗൾഫിലുണ്ട്. അപ്പൊ ഡാഡിക്കൊന്നും കാണാൻ പറ്റില്ല പടം. ഡാഡി കരച്ചിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ GCC കണ്ടിൽ എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഇതിൽ പറയാനുള്ള നമ്മുടെ ഷമ്മി തിലകനൊക്കെ മികച്ചായിട്ട് ക്ലൈമാക്സ് രംഗത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുതുമുഖമായിട്ട് കുറെ നടന്മാരുടെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി കോമഡി ഡ്രാമയാണ്. ഷൈനികത്തിന്റെ RDSന് ശേഷം ഷൈനികം മഹിമ നമ്പ്യാർ കൂട്ടുകെട്ടിലെ ബമ്പർ ഹിറ്റ് ആയിരിക്കും. അപ്പോൾ റേറ്റിംഗ് ഒരു 5-ന് 4.5. 11 ദിവസം കാണും. തിയേറ്ററിൽ കാണാൻ ഞാനിപ്പോൾ ഷെണൈസ് കണ്ടു. പടം ഇഷ്ടപ്പെട്ടു. റേറ്റിംഗ് 5 പോകും.